ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ സമ്മർ പാലസ് കണ്ട് അടുത്ത് നമ്മളെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് മൈസൂരേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്ററാണ് മൈസൂരേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ മൈസൂരിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മൈസൂരിൽ നമ്മൾ ആദ്യം ചെന്ന് എത്തപ്പെടുന്നത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നല്ല വെയിലാണ്. ആടെയുള്ള തണുപ്പെല്ലാം പോയി. ഇപ്പം നമ്മളെ നാട്ടിലുള്ള കാലാവസ്ഥ തന്നെ അല്ലേ. മൈസൂര് ഇപ്പോഴും ഭയങ്കര കാറ്റും ചൂടില്ല, തണുപ്പായിരുന്നു. തണുപ്പെല്ലാം അങ്ങ് മാറി. ഇടയ്ക്കിടയ്ക്ക് ഋതു തണുപ്പാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു. ഇപ്പോഴാണ് ഈ തണുപ്പിന്റെ എന്താ പ്രശ്നം മനസ്സിലായത്. ബാംഗ്ലൂർ നല്ല കാറ്റായിരുന്നു, നല്ല നിൽക്കാൻ പറ്റാത്ത പോലത്തെ കാറ്റ്. അങ്ങനെ നമ്മൾ മൈസൂർ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. മുമ്പിൽ തന്നെ കാണുന്ന ഒരു സ്റ്റാച്ചു ആണ്, നമ്മുടെ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചിട്ട് ഇത് 3ാമത്തെ ദിവസമാണ് കേട്ടോ. ആദ്യ ദിവസം നമ്മൾ ബേലൂർ താമസിച്ചു, പിന്നെ ഒരു ദിവസം ബാംഗ്ലൂർ, പിന്നെ ഒരു ദിവസം നമ്മൾ ശ്രീരംഗപട്ടണം ഒരു ദിവസം താമസിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. അപ്പം മൈസൂർ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്കിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പം ഇത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചും മൈസൂർ പാലസും കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ചാമുണ്ഡി ഹില്ലുണ്ട്. ചാമുണ്ഡി ഹില്ലിൽ നമ്മൾ രാത്രി പോകണം. രാത്രി പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ മൈസൂരിൻ്റെ ദൃശ്യം മനോഹരമായി കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അത് പിന്നീട് വേറൊരു അവസരത്തിൽ വന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിൻ്റെ മിനാരം നമ്മൾ കാണുന്നുണ്ട് ദൂരത്ത് നിന്ന് തന്നെ. അപ്പം നമ്മളവിടെ ചർച്ചിനടുത്തെത്താറായി. നമ്മുടെ വാഹനം നമ്മൾ ഈ വെളിയിൽ തന്നെ ചർച്ചിന് വെളിയിലായിട്ട് ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ചിനകത്തേക്ക് കയറുവാണ്. ഉള്ളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അറിഞ്ഞില്ല. ഏതായാലും പാർക്ക് റോഡ് സൈഡിൽ ചെയ്തു. ഇനി നമുക്ക് ഉള്ളിൽ പോകാം, വെളിയിൽ തന്നെ വണ്ടി ഇരിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മൈസൂരിൻ്റെ മുഖ്യ ആകർഷണ കേന്ദ്രമായ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിന് മുന്നിലെത്തി. ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ സെൻറ്റ് ജോസഫിൻ്റെ വെണ്ണക്കൽ പ്രതിമയാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന 2 മിനാരങ്ങളോടുകൂടി അതിമനോഹരമായ ഒരു പള്ളി. പള്ളിയുടെ മുറ്റത്തായി കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. മറുവശത്തായി വെണ്ണക്കല്ലിൽ തീർത്ത അതിമനോഹരമായ മറ്റൊരു പ്രതിമ കൂടിയുണ്ട്. അത് സെൻറ്റ് ഫിലോമിനയുടെ പ്രതിമയാണ്. അഴകേറിയ ഈ 2 പ്രതിമകളും ഈ ചർച്ചിനെ കൂടുതൽ ഭംഗിയാക്കുന്നു. മൈസൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഇന്ത്യയിലെ ഇന്നുള്ള ക്രിസ്ത്യൻ പള്ളിയിൽ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്. വലിയ പള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് മിനാരങ്ങളുടെ ഉയരം കൊണ്ടാണ്. ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ മിനാരമുള്ള പള്ളിയാണിത്. പള്ളിയുടെ വലുപ്പത്തെക്കാളുപരി ഇതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗിയാണ് ഈ പള്ളിയെ ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും വിശ്വാസികളും ഡെയിലി നിത്യസന്ദർശകരാണ് ഇവിടെ. ആന്ധ്രയിൽ നിന്ന് വന്ന കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ ഇവിടെ റീൽസ് ചെയ്യാനായി ഡാൻസ് കളിക്കുന്നുണ്ട്. അവരെന്നെയും ക്ഷണിച്ചു. ഞാനും അവരുടെ കൂടെ ചേർന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവർ കുട്ടികൾ ചെയ്യുന്ന മാതിരിയൊന്നും നമുക്കറിയില്ല, എങ്കിലും അവരുടെ കൂടെ ചേർന്ന് നമുക്കറിയാവുന്ന സ്റ്റെപ്പുകൾ ഞാനും വെച്ചു. ഞാൻ ചെയ്ത ഡാൻസ് നിങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ മടിയായത് കാരണം ഞാൻ കൂടുതലൊന്നും ഇതിൽ കാണിക്കുന്നില്ല. കുറച്ച് 2 സ്റ്റെപ്പ് മാത്രം കാണിച്ച് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഡാൻസ് കഴിഞ്ഞ് പിരിയുമ്പോൾ ആന്ധ്രയിൽ വെച്ച് കാണാമെന്നുള്ള മധുരമായ വാഗ്ദാനം നൽകി നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഇനി നമുക്ക് ഈ പള്ളിയെപ്പറ്റിയുള്ള ചരിത്രങ്ങൾ നോക്കാം. മൈസൂരിലെ എല്ലാ പ്രധാന നിർമ്മിതികളും പോലെ മൈസൂരിലെ രാജാക്കന്മാർ മുൻകൈ എടുത്ത് നിർമ്മിച്ചതാണ് ഈ പള്ളി. 1843 മൈസൂർ രാജാവായിരുന്ന ബൊമ്മടിയ കൃഷ്ണവാടയാർ മഹാരാജാവാണ് ഇവിടെ ആദ്യമായി ഒരു പള്ളി പണി കഴിപ്പിച്ചത്. അന്ന് ഇതിൻ്റെ പേര് സെൻറ്റ് ജോസഫ് ചർച്ച് എന്നായിരുന്നു. അക്കാലത്ത് മൈസൂരിൽ താമസിച്ചിരുന്ന യൂറോപ്യന്മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് മഹാരാജാവ് ഈ പള്ളിയുടെ സ്ഥലവും ചെറിയൊരു പള്ളി നിർമ്മിക്കാനുള്ള ധനസഹായം ചെയ്തു കൊടുത്തിരുന്നത്. 1926 അന്നത്തെ മൈസൂർ ദിവാനായിരുന്ന TVR തമ്പുച്ചട്ടിക്ക് വിശുദ്ധ സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ പീറ്റർ പിസാനി എന്ന യൂറോപ്യൻ മിഷണറിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചു.
TVR തമ്പുച്ചെട്ടി സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടം ഈ പള്ളിയുടെ അന്നത്തെ വികാരിയായിരുന്ന ഫാദർ കോച്ചട്ടിന് കൈമാറി. തുടർന്ന് ഫാദർ കോച്ചട്ട് ഈ സമയത്ത് മൈസൂർ ഭരിച്ചിരുന്ന കൃഷ്ണരാജ വടയാർ നാലാമനെ കണ്ട് ഈ വിശുദ്ധ സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ പള്ളി പുതുക്കിപ്പണിയുവാൻ സഹായം അഭ്യർത്ഥിച്ചു. അപ്രകാരം മഹാരാജാവ് നമ്മൾ ഇന്നു കാണുന്ന വിധം ഈ പള്ളി പുതുക്കിപ്പണിയുവാനും അനുവാദം നൽകുകയും സഹായധനം ചെയ്യുകയും ചെയ്യും. അദ്ദേഹമാണ് ഈ പള്ളിയുടെ തറക്കല്ലിടുകയും ചെയ്തത്. ദൂരത്ത് നോക്കുമ്പോൾ എത്ര മനോഹരമായ നിർമ്മിതിയാണിത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു കുരിശിൻ്റെ ആകൃതിയിലാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെൻറ്റ് ഫിലോമിനാസ് പള്ളിയുടെ ഉൾവശമാണിത്. ഏകദേശം 200 പേർക്ക് ഒരേ സമയം കുർബാന എന്ന വിശേഷപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന അവിധമാണ് പള്ളിയുടെ അകമുള്ളത്. മനോഹരമായ അൾത്താരയും ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന സ്റ്റെയിൻ ഗ്ലാസിൽ നിർമ്മിതമായ യേശുദേവൻ്റെ അനേകായിരം വർണ്ണചിത്രങ്ങൾ ആലേഖനം ചെയ്ത ജനലുകളാണ് പള്ളിയുടെ ഉൾവശം അതിമനോഹരമാക്കിയിരിക്കുന്നത്. അൾത്താരയുടെ മുന്നിലൂടെ താഴോട്ടിറങ്ങുന്ന കോണിപ്പടികളുടെ താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ വിശുദ്ധ സെൻറ്റ് ഫിലോമിനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഭൗതികാവശിഷ്ടം കണ്ട് തിരിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ ചുമരുകളുടെ 2 സൈഡിലായിട്ട് മാർബിൾ ഫലകത്തിൽ കൊത്തിയ അനേകം ആയിരം ആൾക്കാരുടെ പേരുകൾ കാണാം. ഇവരെല്ലാവരും തന്നെ ഈ പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ സംഭാവനകൾ ചെയ്ത ആൾക്കാരാണ്. ഇന്ത്യക്കാരായ അവരും വിദേശികളും ഒരുപാട് ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ. ഏകദേശം 5000-ഓളം ആൾക്കാരുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതുവഴി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയുടെ വേറൊരു ഭാഗത്തേക്ക് പ്രവേശിച്ചു, മുറ്റത്തേക്ക്. ഏകദേശം 5000 ആൾക്കാരുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്ത്യക്കാരും വിദേശികളായ ഒരു ഒട്ടനവധി പേരുടെ പേരുകളാണ് ഈ ഫലകങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ പള്ളി നിർമ്മാണത്തിന് സംഭാവന ചെയ്ത ആൾക്കാർ. ഇനി നമുക്ക് ഈ ചർച്ചിൻ്റെ ചരിത്രങ്ങളിലേക്ക് പോകാം. ഗ്രീസിലെ ഒരു പ്രഭുവിൻ്റെ മകളായിരുന്നു ഫിലോമിന എന്ന അതിസുന്ദരിയായ ഈ പെൺകുട്ടി. ഈ പ്രഭുവിന് ഒരു കാലത്ത് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമായി കിട്ടിയതായിരുന്നു ഈ അതിസുന്ദരിയായ ഈ പെൺകുട്ടി. ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി കിട്ടിയതിനാൽ ഈ കുട്ടി വളർന്ന അന്തരീക്ഷവും അതേമാതിരി തന്നെയായിരുന്നു. പ്രാർത്ഥനയുടെയും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇവൾ ദൈവിക കാര്യങ്ങളിലും ദൈവഭക്തിയിലും അതീവ താല്പര്യം വളർന്നിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടിക്ക് ഒരു ഉൾവിളി എന്നോണം കർത്താവിൻ്റെ മണവാട്ടിയായി ജീവിക്കണം എന്നായിരുന്നു ഈ കൊച്ചുകുട്ടിയുടെ ആഗ്രഹം. പ്രഭുവിൻ്റെ ഈ കൊച്ചുമകൾക്ക് 13 വയസ്സുള്ളപ്പോൾ ഈ പ്രഭുവിന് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും മറ്റുമായി ഗ്രീസിലെ അന്നത്തെ രാജാവായിരുന്ന ഡയോക്ലീഷ്യസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടതായി വന്നു. കൂടെ ഈ കുട്ടിയെയും കൊണ്ടുപോയിരുന്നു. ഡയോക്ലീഷ്യസ് രാജാവ് ഈ കുട്ടിയെ കാണുകയും അതിസുന്ദരിയായ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ടാവുകയും ചെയ്തു. അതുപ്രകാരം പ്രഭുവിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പ്രഭുവിന് സന്തോഷമായെങ്കിലും പ്രഭു തൻ്റെ മകളെ ഈ ആഗ്രഹം അറിയിച്ച ഉടൻ തന്നെ മകൾ അച്ഛനോട് അവൾ ദൈവത്തിൻ്റെ മണവാട്ടിയായി ജീവിക്കാനാണ് തൻ്റെ ആഗ്രഹമെന്ന് അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ രാജാവ്
കുട്ടിയെ ജയിലിലടക്കുകയും അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് ഈ കുട്ടി വിശുദ്ധിയായി തീർന്നതും സെൻറ്റ് ഫിലോമിനയായി തീർന്നതും. സെൻറ്റ് ഫിലോമിന എന്ന നാമകരണത്തിൽ അനേകം ചർച്ച് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തത്. അങ്ങനെയാണ് മൈസൂരിൻ്റെ ഹൃദയഭാഗത്ത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചും ഉയർന്നു വന്നതും സെൻറ്റ് ഫിലോമിനയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതും. നിയോ ഗോത്തിക് വിക്ടോറിയൻ ശൈലിയിൽ ആണ് ഈ പള്ളിയുടെ നിർമ്മാണം. ജർമ്മനിയിലെ കൊണോൾ കത്തീഡ്രലിൻ്റെ നിർമ്മാണ രീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫ്രഞ്ച് ആർക്കിടെക്റ്റായ ഡാലി ഈ പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 175 അടി ഉയരമുള്ള ഇരട്ട ഗോപുരങ്ങളാണ് ഈ പള്ളിയുടെ പ്രധാന ആകർഷണം. ന്യൂയോർക്കിലെ പണിയഴിപ്പിച്ചിട്ടുള്ള സെൻറ്റ് പാട്രിക് ചർച്ചിനോട് സാദൃശ്യമുള്ളതാണ് ഈ ഗോപുരങ്ങൾക്ക്. ഗോപുരങ്ങളുടെ മുകളിലായി 12 അടി ഉയരമുള്ള 2 കുരിശും സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന സ്റ്റെയിൻ ഗ്ലാസിൽ യേശുവിൻ്റെ ജനനം മുതലുള്ള കുരിശിൽ ഏൽക്കുന്നതുവരെയുള്ള എല്ലാ ജീവിതാനുഭവങ്ങളും വർണ്ണചിത്രങ്ങളാൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ഉൾവശം ചിത്രീകരണത്തിന് സാധ്യമല്ല. കാരണം കർശന നിർദ്ദേശമുണ്ട് ഉൾവശം ചിത്രീകരിക്കാൻ പാടില്ലെന്ന്. അതിനാൽ ഉൾവശത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല. പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് അനേകം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എനിക്ക് ഇതിനകത്ത് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു. അതിനാൽ ഞാൻ വാഹനം വെളിയിൽ വെച്ചാണ് ഈ പള്ളിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചത്. ഇതാണ് പള്ളിയുടെ മുൻഭാഗത്തുള്ള സെൻറ്റ് ജോസഫിൻ്റെ ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ മാർബിൾ പ്രതിമ. അതിമനോഹരമായൊരു പ്രതിമ. പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് 3 വശത്തും വാഹനം പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. മുൻവശം അതിവിശാലമാണ്. സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം നല്ല സൗകര്യമുണ്ട്. പള്ളിയുടെ മുന്നിലുള്ള റോഡിൻ്റെ മറുവശത്ത് പോയിട്ട് ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. കാരണം മിനാരങ്ങൾ മുഴുവനായും സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തത്. എന്നിട്ടും മിനാരങ്ങൾ വരുന്നില്ല. കാരണം മിനാരങ്ങളുടെ ഉയരം എന്ന് പറഞ്ഞാൽ 175 അടി ഹൈറ്റാണ്. പള്ളിയുടെ മുൻവശത്തായി പിത്തളിൽ തീർത്ത കരകൗശല വസ്തുക്കൾ വിൽപ്പനക്കാരനുണ്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് ദൈവങ്ങളുടെ, ഹിന്ദു ദൈവങ്ങളുടെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പഴയ നാണയത്തൊട്ടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിമനോഹരമായ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിൽ നിന്നും നമ്മൾ വിടുവാങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. നമ്മുടേത് മൈസൂർ പാലസാണ്. അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് മൈസൂർ പാലസ് കാണാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നേരെ നമ്മുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കാറ് വെളിയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മൈസൂർ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളും കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. തീരാത്ത കാഴ്ചകളുള്ളൊരു പ്രദേശം തന്നെയാണ് മൈസൂരും ശ്രീരംഗപട്ടണവും. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മലബാർ സൈഡിൽ നിന്ന് വളരെ അടുത്തായ ഒരു സ്ഥലമാണിത്. മൈസൂരൊന്നും ഇനിയും കാണാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഭാഗത്തുനിന്ന് ഒരു ദിവസം തന്നെ വന്ന് മടങ്ങാനുള്ള ദൂരമേ ഉള്ളൂ. രാവിലെ തിരിച്ചാൽ വൈകിട്ടാകുമ്പോൾ, രാത്രി ആകുമ്പോഴത്തേക്കും നമ്മളൊരു 10-12 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്താനുള്ള ദൂരമേ ഉള്ളൂ.